ഒരു KSRTC പെൻഷനറിൻ്റെ കേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പുള്ളി വന്നിട്ടുണ്ട്. വരാൻ പറ. ബാ. ഇരിക്ക്. യബി നിക്ക്. എന്താ പേര്? അഗസ്റ്റിൻ. ഓൾറെഡി കുറേ കേസ് കോടതിയിലുണ്ടല്ലോ. കേസൊക്കെ ഉണ്ട് സാറേ, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പെൻഷന്റെ അവസ്ഥ എന്താ? ഇപ്പൊ 4 മാസമായി കിട്ടിയിട്ട്. കൃത്യമായി എല്ലാ മാസവും 30-ാം തീയതി കിട്ടിക്കൊണ്ടിരുന്നതാ. ഇപ്പോ മാസം മുട്ടുമ്പോൾ ഒരു പേടിയാ സാറേ. 35 വർഷം ജോലി ചെയ്തു, സ്വന്തം പോലെ. ഒരു ചാല് പോലും മുടക്കിയിട്ടില്ല. രാത്രിയും പകലും നന്നായി അധ്വാനിച്ചു. ഇപ്പം പ്രായമായി. അസുഖങ്ങളൊക്കെ തുടങ്ങിയപ്പോ വരുമാനമില്ലാണ്ടായി. ഇതുവരെ 12ഓളം പേര് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയൊന്നും ഒന്നിനൊരു പരിഹാരമൊന്നുമല്ല. ഇപ്പൊ സർക്കാർ പറയുന്നത് ഞങ്ങളൊക്കെ ഒരു ബാധ്യതയാണെന്ന്. എങ്ങനെയാണ് സാർ നല്ല കാലം മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്ത ഞങ്ങള് ഒരു ബാധ്യതയാവുന്നത്? സർക്കാരിനും വീട്ടുകാർക്കൊക്കെ ബാധ്യതയായി എങ്ങനെ ജീവിക്കും സാർ? ടിക്കറ്റിന് 10 പൈസ ഇളപ്പം തുടങ്ങിയതാ. PSC വഴി വേറെ പല ജോലികളും കിട്ടി. പക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വേറെ ഒന്നിനും പോയില്ല. വലിയ മണ്ടത്തരമായി പോയെന്ന് ഇപ്പം തോന്നുന്നു. എല്ലാം ഉടൻ ശരിയാവുന്നാണല്ലോ സർക്കാർ പറയുന്നത്. പറച്ചിലൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി സാറേ. കുറച്ച് ആളുകൾക്ക് ഇത് നന്നായി പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവർക്ക് വേറെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഒന്ന് നോക്കണം സാർ. ഇതൊന്ന് പഠിക്കണം. ശരി സാർ. ഞാനൊന്ന് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. രക്ഷിക്കണം സാർ. ഓ, ചേട്ടാ. ആ സാറേ, CM ഗസ്റ്റ് ഹൗസിലുണ്ട്. ആ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ എല്ലാവരും ഉണ്ട്. സാർ വേഗം വന്നാൽ മതി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ശരി സാർ. നിങ്ങളുടെ വിഷയം രാകേഷ് സാർ ഏറ്റെടുത്തിട്ടുണ്ട്. മന്ത്രിസഭയെ തന്നെ താങ്ങി നിർത്തണത് നമ്മുടെ പാർട്ടിയല്ലേ? അല്ല, നിങ്ങളുടെ പാർട്ടിയിൽ രാകേഷ് മാത്രമല്ലേ MLA ആയിട്ടുള്ളൂ? അടുത്ത ഇലക്ഷനിൽ ഒരു MLA കൂടെ വരും. അതാരാ? ഞാൻ തന്നെ. സർ, ബസ് ഓണർ CM ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അകത്തുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരി സാർ, പേടിക്കണ്ട, നമുക്ക് നോക്കാം. അതെ, ആദ്യം പുള്ളി ഒന്ന് സംസാരിക്കട്ടെ. വിളിക്കാം. സാർ, 4-5 മാസമായിട്ട് ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. എത്ര നാളെന്ന് വെച്ചാൽ സാർ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അല്ല രാകേഷേ, ഈ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പെട്ടെന്ന് പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറയുമ്പോ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കാശാക്കുന്നു. ഇതും വിൽക്കാമെന്നേ. പിന്നെ പ്രൈവറ്റൈസ് ചെയ്താല് നമുക്ക് എല്ലാവർക്കും മെച്ചമാണ് സാർ. പിന്നെ ഇവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് എത്രയെന്ന് പറഞ്ഞാൽ മതി, ഇവർ അറേഞ്ച് ചെയ്യും. KSRTC പരമാവധി നഷ്ടത്തിൽ പോകണം, എങ്കിലേ കോടതിയും ജനങ്ങളും വിശ്വസിക്കൂ. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ വെക്കില്ലേ? കോടതി എന്താ പറയുന്നത് നോക്കട്ടെ. നമുക്ക് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യാം. എന്നാ പിന്നെ ശരി സാർ. ശരി സാർ. രാകേഷേ, ഈ നക്കാപ്പിച്ച ഫണ്ടിന് വേണ്ടി നമുക്ക് ഈ റിസ്ക് എടുക്കണോ? സാർ, പ്രൈവറ്റൈസ് ചെയ്യുന്നത് വണ്ടി മാത്രമല്ലല്ലോ. പിന്നെ കേരളത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ KSRTCക്ക് സ്ഥലമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും. അത് ഈ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ആ സ്ഥലം കൂടി പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് വഴി വരാൻ പോകുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോടികൾ. അങ്ങനെയാണെങ്കിൽ എന്നെ ആലോചിക്കാനല്ല CM. നമസ്കാരം. നമസ്കാരം സർ. KSRTC ഓഫീസേഴ്സ് നമ്മുടെ യൂണിയൻകാരുവാ. നിങ്ങൾ ഓഫീസിലോട്ടിരുന്നോ? ഒരു 5 മിനിറ്റ് ഞാൻ പോരാം. വാ, ചെറിയൊരു കോളുണ്ട്. സാബു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ?
നിങ്ങളെല്ലാരും മാക്സിമം ഒന്ന് സഹകരിച്ചേ പറ്റുള്ളൂ. എങ്ങനായാലും KSRTC നഷ്ടത്തിൽ പോയേ പറ്റും. സാറേ, കാര്യം ഒരു കോളുണ്ട്. ഹലോ, ആ MLA രാകേഷാ. ആ ഒന്ന് ചെയ്തു കൊടുത്തേര്, നമ്മുടെ വേണ്ടപ്പെട്ട ആളാ. ആ ശരി. ആരോടു? ഇനി അങ്ങോട്ട് ഈ പെൻഷൻ ഒക്കെ കിട്ടുന്ന കാര്യം വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ഈ സമയത്ത് മേടിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ മേടിച്ചെടുക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും അത് ഗുണമാവും. കുറച്ച് ആത്മാർത്ഥക്കാരുണ്ട്, എന്തു പറഞ്ഞാലും മനസ്സിലാകില്ല. ഓ, അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നമുക്കത് മാക്സിമം റൂട്ട് വെട്ടിക്കുറച്ചാൽ മതി, നഷ്ടത്തിലായിക്കോളും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. സാബുനെ വിളിച്ചാൽ മതി, സാബു കോർഡിനേറ്റ് ചെയ്തോളൂ. എന്നാ ശരി. ഓ ശരി. ശരി. സന്തോഷം. സാറേ, നമ്മൾ എന്തായാലും മന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രഷർ കൊടുത്തേ പറ്റും. സാബു, ഒരു കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോകുമോ എന്ന് ടെൻഷൻ അടിച്ച് അധികാരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൈഡിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് എൻജോയ് ചെയ്യാം, മാക്സിമം കൈയിട്ട് വരാം. അതുകൊണ്ട് ഈ ടൈമിൽ ഉണ്ടാക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കാം. വീരൻ തന്നെ. ഗുഡ് മോർണിംഗ്. ഓയ് ഓയ് താരാടാ, നീ അല്ല, നീ വായിച്ചോ? വിനു എങ്ങാൻ അതേ തൊട്ട മാസാമാസം കാശ് തരാത്തൊരു പത്രം വായിക്കണ്ട. എനിക്ക് പത്രം വാങ്ങിക്കണേ നിർബന്ധമില്ലടാ. മിടുക്കൻ, നീ ആടാ അഡ്വക്കേറ്റ് ആവാൻ പറ്റിയ ആള്. അത് വലിയ നിർബന്ധമില്ല. എടാ, KSRTC കേസിന്റെ എപ്പോഴും ഒരാളൊരു പാവൂലേ, പേരെന്താ? സെബാസ്റ്റ്യൻ. കറക്റ്റ് ആടാ. അല്ല, ആളോടാ അഗസ്റ്റിൻ. എന്താടാ? നമ്മുടെ സമരം 58 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെയോ മാനേജ്മെന്റിന്റെയോ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായ യാതൊരു നീക്കവും കാണുന്നില്ല. അതാണ് സങ്കടകരമായ ഒരവസ്ഥ. നമ്മുടെ സഹോദരങ്ങളായ 12 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ നമ്മുടെ പെൻഷന്റെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കണം. നമ്മുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഒരായുഷ്കാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച് ചോര നീരാക്കി പാടുപെട്ടവരാണ്. മരുന്നിനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും വേണ്ടി മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ നമ്മുടെ ഈ പോരാട്ടം. ചേട്ടാ, ഞാൻ കുറെ വിളിച്ചായിരുന്നു. ചേട്ടൻ ഓഫീസിൽ കുറെ വന്നായിരുന്നല്ലേ. ഞാനൊരു കേസിന്റെ കാര്യത്തിൽ തിരക്കിൽ ഓട്ടത്തിലായി പോയി. നമ്മുടെ കേസിനെ ഇപ്പോഴാണെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാ. ചേട്ടാ ചേട്ടാ, എന്തു പറ്റി? എനീറ്റ് ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ചേട്ടാ ചേട്ടാ, അയ്യോ ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ചേട്ടാ ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ആരൊന്ന് ആംബുലൻസ് വിളിക്കൂ.